അവൻ്റെ അച്ഛൻ ഒരു ചെറിയ പ്രശ്നമുണ്ട്. പുതിയ ബിസിനസ്സിന് തുടങ്ങിയോ അതോ നിന്റെ ഇൻഷുറൻസിന്റെ വല്ല പ്രശ്നങ്ങളുണ്ടായോ? ഇൻഷുറൻസ് കമ്പനിക്ക് കുഴപ്പമില്ല, വേറെ ഒന്നും അല്ല. ഇതിപ്പം നമ്മുടെ മത്തായി കുഞ്ഞിനെ സംബന്ധിക്കുന്ന കാര്യമാണ്. അവൻ എന്നാ പറ്റി? അവനൊന്നും പറ്റിയില്ല. പക്ഷേ ഈയിടെയായിട്ട് അവന് ഇച്ചിരി ഫോൺ വിളിയും പെമ്പിള്ളേരുമായിട്ടുള്ള കറക്കമൊക്കെ കൂടുതലാണോ എന്നൊരു സംശയം. അതൊന്നും സാരമില്ലടോ, അതൊക്കെ ഈ വളരെ പ്രായത്തിലാണ് ഉണ്ടാകുന്നതല്ലേ. തന്നെയല്ല, അവൻ്റെ ബെഡ്റൂം ക്ലീൻ ചെയ്തപ്പം എനിക്ക് 1-2 ബുക്ക് കിട്ടി. ഈ പടമുള്ളതേ. എന്നാ കോമിക്കോ? കോമിക്കാണ്. ഇപ്പം അച്ഛനോട് പറയാൻ മാത്രം ഉണ്ടോ? ഇതല്ലെന്നേ, മനസ്സിലായില്ലേ? ഓ ഓക്കെ. അതൊന്നും സാരമാക്കണ്ടോ. അതൊക്കെ പിള്ളേരെ വളർന്നു വരുമ്പോൾ അങ്ങനെയൊക്കെ ചില കുസൃതി കാണിച്ചെന്നിരിക്കും. അതൊക്കെ നീ എന്തിനാ ഈ നോക്കാൻ പോകുന്നത്? പിന്നെ ഞാൻ നോക്കാൻ വേറെ വല്ലതും പോയി നോക്കോ? എടോ, കുറച്ചൊക്കെ കണ്ടില്ല കേട്ടില്ല. പിള്ളേർ വളരുമ്പോൾ അങ്ങനെയൊക്കെ ചെറിയ ഓരോ തോന്നലുണ്ടാകും. അതൊന്നും സാരമില്ല. പോട്ടെ, ആയിക്കോട്ടെ. ഞാനിപ്പോൾ വന്നത് ഇപ്പം അച്ഛനൊരു ദിവസം അങ്ങോട്ട് വന്ന് അവനെ ഒന്ന് ഗുണദോഷിക്കണം. അത് ഞാൻ പറഞ്ഞാൽ പിന്നെ ആ ചെറുക്കന് ദേഷ്യമൊക്കെ ആവും. അച്ഛനാകുമ്പോൾ കുഴപ്പമില്ല. അതാ ശരി. ഞാൻ വരാം. ഞാൻ അവനോട് സംസാരിക്കാം. ആയിക്കോട്ടെ. നീ അതിന് വലിയ കാര്യമായ ഒന്നും വിചാരിക്കണ്ട. അതൊക്കെ പിള്ളേരല്ലേ, ഞാൻ അവനോട് സംസാരിക്കാം. എന്തൊക്കെയുണ്ട് മത്തായി കുഞ്ഞെ വിശേഷങ്ങൾ? സുഖമായിരിക്കുന്നല്ലേ? നീ ഇടയ്ക്ക് പള്ളിയൊന്നും വരാറില്ലേ? കഴിഞ്ഞ ആഴ്ച ഞാൻ കണ്ടില്ലല്ലോ. വന്നായിരുന്നോ? എന്നാ ഞാൻ കാണാഞ്ഞിട്ടായിരിക്കും. നീ എന്നെ ചവയ്ക്കുന്നത് അതങ്ങൂരിക്കളയടാ. വർത്താനം പറയുമ്പോഴാണോ? നീ ഇപ്പൊ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത്? 8th ഗ്രേഡ് അല്ലേ? അപ്പൊ ഹൈസ്കൂളിലേക്ക് പോകാറായി. ഒത്തിരിയൊക്കെ പഠിക്കാൻ കാണുമായിരിക്കും അല്ലേ? ശ്രദ്ധിക്കണം, നല്ലവണ്ണം പഠിക്കണം കേട്ടോ. അച്ഛനോ? അച്ഛനെപ്പോ വന്നു? ഞാനിപ്പോ വന്നതേ. അപ്പച്ചൻ എന്ത് പറയുന്നു? സുഖമായിരിക്കുന്നോ? സുഖം തന്നെ. കൊച്ചുകുഞ്ഞെ, നീ എന്താ പറയാഞ്ഞേ? ഞാൻ വരുമായിരുന്നല്ലോ. അത് അപ്പച്ച അച്ഛൻ ഇതിലെ പോയപ്പോ ചുമ്മാ കേറുതാ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അപ്പച്ചനോട് പ്രത്യേകം പറയാത്തത്. തന്നെ അപ്പച്ചൻ കിടന്ന് ഉറങ്ങുമല്ലായിരുന്നോ? കൊണ്ടാ കഴിഞ്ഞ ഞായറാഴ്ച പള്ളി വന്നപ്പം എനിക്കിങ്ങോട്ട് വർത്താനം പറയാൻ സമയം കിട്ടിയില്ല. എങ്ങനെയുണ്ട് ഇവിടുത്തെ ഈ പുതിയ പള്ളിയും ഞങ്ങളുടെ സെറ്റപ്പൊക്കെ? ഇഷ്ടമായോ? ആളുകളൊക്കെ വളരെ കുറവാണല്ലേ? വരുന്നവർക്കൊക്കെ ഈ ആഹാരത്തെ കുറിച്ചും പിന്നീടുള്ള സംസാരം അത്രയൊക്കെ ഇൻട്രസ്റ്റേ അവർക്കുള്ളൂ. പിന്നെ ഈ അച്ഛൻ ഇവിടെ വരുന്നതിന് മുമ്പ് എവിടെയായിരുന്നു? ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ് കോന്നിക്കടുത്ത് വള്ളിക്കോടെന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട്. ഓ, ആ മലയുടെ മുകളില്. അത് തന്നെ. ഞാൻ ചെറുപ്പത്തിൽ അവിടെ വന്നിട്ടുണ്ട് റബ്ബർ തൈ മേടിക്കാൻ. അന്നതൊരു കുരിശടി മാത്രമായിരുന്നു, ഒരു മനുഷ്യവാസമില്ലാത്തൊരു സ്ഥലം. അതുകൊണ്ട് എന്ത് പറ്റി, ഈ രാത്രി മുഴുവൻ ഉണ്ടെച്ച് അവിടെ മുഴുവൻ കള്ളവാറ്റായിരുന്നു. പക്ഷെ അവിടെ വാറ്റി കിട്ടുന്ന സാധനം നല്ല വീര്യമുള്ളതാ. 2 തുള്ളി അടിച്ചാ ഇവിടുത്തെ ഈ അമേരിക്കൻ സ്കോച്ച് അടിക്കലൊക്കെ അതിന്റെ 10 ബലം ചെയ്യും എന്ന് പറഞ്ഞാ. അപ്പച്ചാ വാ, നമുക്ക് ഇന്ത്യൻ കട വരെ ഒന്ന് പോയിട്ട് വരാം. അതാ ചെല്ലേ, അപ്പച്ചനോട് ചെല്ലേ. വെറ്റിലേം പോലെയോ ഒക്കെ തീർന്നിരിക്കല്ലേ, കുറച്ച് മേടിച്ചോ. ഇന്ത്യൻ സ്റ്റോർ കാണുകയും ചെയ്യാലോ. എന്നാ ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങിട്ട് വരാം അച്ഛാ. അപ്പച്ചൻ ഇങ്ങനാണോ വരുന്നത്? അതെന്താടി, ഇത് ഷർട്ടും പാൻറ്റും അല്ലേ? അതൊക്കെ മതി. ഇവിടെ വരെ പോയാ പോരെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈയിടയ്ക്കായി നിന്റെ ചില പ്രവൃത്തികളും നിന്റെ ചില പെരുമാറ്റ രീതികളും ഡാഡിയിൽ ഉത്കണ്ഠയും മനപ്രയാസവും ഒക്കെ ഉണ്ടാക്കുന്നതായിട്ട് ഡാഡി എന്നോട് വളരെ രഹസ്യമായി പറഞ്ഞു. നിനക്കതിനെപ്പറ്റി എന്തെങ്കിലും അറിയാമോ? അവനൊന്നും മനസ്സിലായില്ല. അച്ഛൻ പറഞ്ഞ് എനിക്ക് മനസ്സിലായില്ല. പിന്നെ ഈ ചെറുക്കന് അച്ഛൻ ആ ഭാഷയുടെ കട്ടി ഒരു ശകലം കുറച്ച് നല്ല രീതിയിലുള്ള മലയാള ഭാഷയിൽ ഒന്ന് പറ. മോനെ, നിന്റെ ഈ പ്രായത്തില് ഈ സാത്താന്റെ ചില പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണിത്. ഈ സാത്താൻ എന്ന് പറയുമ്പം ആണിന്റെയും പെണ്ണിന്റെയും രൂപത്തിൽ വരും. Is this about when we play video games when you're at work? അങ്ങനെയാണെങ്കിൽ ചാക്കി എൻ്റെ അടുത്ത് കളിക്കാറുണ്ടല്ലോ, അവളെ വിളി. അത് ശരി. അപ്പൊ ഞാൻ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 പേർക്ക് ഇതാ അല്ലേ പണി? അതൊക്കെ ചെറിയ ചെകുത്താൻ. ഞങ്ങൾ പറഞ്ഞു വരുന്നത് ഇതിലൊക്കെ വലിയ ചെകുത്താനെ കുറിച്ചാ. മനസ്സിലായോ? ഈ പ്രായത്തിൽ നിന്റെ ശാരീരികവും മാനസികവുമായ പല മാറ്റങ്ങളും ഉണ്ടാകുന്ന ഒരു സമയമാണ്. ബട്ട് ഇറ്റ് ഈസ് ഓൾസോ വെരി ക്രൂഷ്യൽ ഇൻ ടേംസ് ഓഫ് യുവർ സ്റ്റഡീസ് ആൻഡ് യുവർ ലൈഫ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. യു ഹാവ് ടു കോൺസെൻട്രേറ്റ് ഇൻ സ്റ്റഡീസ്. സോ അങ്ങനെയുള്ള സമയത്ത് എന്തെങ്കിലും പലവിധ വിചാരങ്ങളെല്ലാം മനസ്സിൽ വരികയാണ്. അൺവാണ്ടഡ് തോട്ട്സ് കംസ്. You can always read the Bible, wherein find you all the answers. It's a very good book. And if you don't get to read the full chapter, you can always keep this small book with you. At your study table, you can read this one. Go relax,
go to your room. May God bless you. Everything good. Go study. അച്ഛൻ ഇത് കേട്ടോ, ഇത് വേറൊരു പെണ്ണിന്റെ ഫോട്ടോയാ. Ha, ഇത് നമ്മുടെ ബിയാൻസെ അല്ലേ? ഇതിന് നമ്മുടെ പള്ളിയിലും കണ്ടിട്ടില്ലല്ലോ. അല്ല ജോർജ്, ഇത് ഇവിടുത്തെ ഒരു ഫേമസ് പാട്ടുകാരിയാ. ആ, അത് ശരി. ഇവനോട് ഒപ്പുണ്ടോ? ഇനിയിപ്പോ എവിടെ പൊക്കും? Courtney, so don't call anybody yet, okay? Wait, oh, crap, my dad's here. You know what? Let me go. Wait, 1 second. Let me get this. Hey, Courtney, where were you yesterday? I didn't see you anywhere. Yeah, I was after school and I was looking all over the place. നീ ആരോടാ I സംസാരിക്കുന്നത്? gotta go. My dad's being really good. I have to go. All right? We'll talk to you later. അവന്റെ ഫ്രണ്ട് ആണെന്നേ. നിന്റെ ഫ്രണ്ടിന്റെ പേരില്ലേ? കോർട്നി. അത് ശരി. അവളോടൊപ്പം ഉള്ള നിന്റെ കളിയും വെള്ളച്ചിരിച്ചിട്ട് കൂടണുണ്ട് കേട്ടോ. എപ്പോഴും നോക്കിയാൽ ആ കറമ്പിയുടെ കൂടെ നിന്റെ കളി. അവളോ? അവൻ കോർട്നി മാത്യു. He came over to our house like a couple of times. We played football together. അവനാണോ? ആ, സോക്കറും ഗീക്കറും ഒക്കെ കൊള്ളാം. പക്ഷെ അവനാണെങ്കിൽ നീ എന്തിനാ ഈ പാത്തും പതുങ്ങിയെന്ന് വർത്താനം പറയണേ? നിനക്ക് നേരെ പറയാൻ പറ്റേ? അത് ഞാൻ ഡാഡിനെ പേടിച്ചിട്ടാ. പേടിച്ചിട്ടാണോ? ആ, ഒത്തിരി ഒന്നും വിളിക്കണ്ട. ഒത്തിരി ഒക്കെ വിളിച്ചാൽ ഒന്നാമത്തെ മിനിറ്റും കുറവാ. ഫാമിലി പ്ലാനാ, നിനക്കറിയാവുന്നല്ലേ. പിന്നെ ചെവിയും ചൂടാവും. ആ, പൊക്കോ, വല്ല വായിച്ച് പഠിക്കും. ഫോൺ വിളി. എടാ കൊച്ചുകുഞ്ഞേ, എന്നാ അപ്പച്ചാ? നീ ഇവിടെ വരെ ഒന്ന് വന്നേ. എടാ കൊച്ചുകുഞ്ഞേ, എന്നാ അപ്പച്ചാ? ഒന്നിങ്ങോട്ട് വന്നേടാ. വരുവാ. എടാ, ആ പ്ലെയിനിൽ നിന്ന് കിട്ടിയ പുസ്തകം തീടാ. ഞാനതൊന്ന് വായിക്കണമെന്ന് വിചാരിച്ചതാ. അപ്പൊ കണ്ണട കണ്ടില്ല. കണ്ണട കണ്ടപ്പോ പുസ്തകമില്ല. ഏത് പുസ്തകത്തിന്റെ കാര്യ അപ്പച്ചൻ പറയണേ? എടാ, ഈ തലവണയുടെ അടിയിൽ വെച്ചിരുന്ന പുസ്തകം.